ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഔട്ട് ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാറുവിൻ്റെ ഡ്രീം പ്ലേസിലേക്ക് പോകണാണ്. കേദാർനാഥ് ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ലഗേജ് നമ്മളിവിടെ ലോക്കർ റൂമിൽ വെച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബാഗിലെടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം കേദാർനാഥിലേക്ക് കയറാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഗൗരികുണ്ടാണ്. ഗൗരികുണ്ടിൽ നിന്ന് പയ്യെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. നിരങ്ങിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ സമയം 6:15 കേട്ടോ. നടന്നു കയറാൻ പറ്റാത്തവർക്കായിട്ട് ഇവിടെ നിന്ന് കുതിര സവാരി ഉണ്ട്, പിന്നെ ഡോളിയുണ്ട്, പിന്നെ ഇവിടെ നിന്നാണ് കുതിര സവാരി സ്റ്റാർട്ട് ചെയ്യണത്. ഡോളിയുണ്ട്, മറ്റേ എന്താണ് ബക്കറ്റിൽ കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. ഇവിടെ നിന്നാണ് കുതിരയുടെ പരിപാടി തുടങ്ങുന്നത്. നല്ല തിരക്കാണ് കുതിരക്ക് വേണ്ടി. ഇനി അങ്ങോട്ട് പയ്യെ കയറ്റം തുടങ്ങിയാണ്. ചെറിയ തണുപ്പുണ്ട്. ഇവിടെ നിന്ന് ഗൗരികുണ്ട് കഴിയുകയാണ്. ആക്ച്വലി കേദാർനാഥിന്റെ ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് ശരിക്കും. പക്ഷെ നമുക്ക് ട്രക്ക് റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേദാർ ട്രക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഏതാണ്ട് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പാറുവിന്റെ മുതുകിലെ ബാഗിന്റെ വെയിറ്റ് കുറഞ്ഞു. ആ ബാഗ് കൂടി ഞാൻ ചോക്കുകയാണ് ഗൈസ്. വേണ്ട ഗൈസ്, എന്നെയും കൂടി ചോക്കോ ഇതേപോലെ. എവിടെ നിർത്തിയിട്ട് ഞാൻ ബക്കറ്റിലെടുക്കാം. ഓക്കെ ഓക്കെ, ഉറപ്പല്ലേ? ഉറപ്പാണ്. വാട്ടർമെലൻ ഇവിടെ എപ്പം മഴ പെയ്യും എപ്പം മഞ്ഞ് പെയ്യും എന്നൊന്നും അറിയാൻ പാടില്ല. ഇൻ കേസ് മഴ പെയ്യണമെങ്കിൽ കയറി നിൽക്കാനായിട്ടാണ് ഈ ഷെൽട്ടർ പോകുന്ന വഴിയിലുള്ള ആദ്യത്തെ സ്റ്റോപ്പ്. ആദ്യത്തെ ബ്രേക്ക്, ചെറിയൊരു ബ്രേക്ക്. 1.5 കിലോമീറ്റർ, 1.750 മാക്സിമം. കയറ്റമായതുകൊണ്ട് പയ്യെ കയറുള്ളൂ. അതെ, അനുഭവിക്കട്ടല്ലേ. ചായ ഒന്നു. ചേഴ്സ്. ചായക്ക് 20 രൂപ. കുടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കി. സ്മെല്ല് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഗുഡ്. ഇവിടെ വെള്ളത്തിന് 50 രൂപ, ചായ 20 രൂപ, മാഗി 50 രൂപ, പിന്നെ പൊറോട്ട 60. ഉള്ള പോകുന്ന വഴി ശൗചാലയമൊക്കെ ഉണ്ട്. പക്ഷെ ആണുങ്ങളുടെ ഭാഗത്തേക്ക് ആ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റില്ല. പെണ്ണുങ്ങളുടെ പിന്നെയും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ആണുങ്ങളുടെ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. ക്ലോറോഫോം എടുക്കണ അതിനേക്കാൾ പവർ ആയിരിക്കുള്ളൂ അവിടെ. ഇവരുടെ ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണിത്. ബ്രേക്ക് കഴിഞ്ഞു കേട്ടോ. അതിന് അവർക്ക് ദാഹിക്കും. പിന്നെ അവർ തന്നെ ഒന്ന് കുടിക്കാണ്ട് ആരെങ്കിലും മിനറൽ വാട്ടർ മേടിച്ചു കൊടുക്കുമോ?
അടുത്ത സ്റ്റോപ്പ് എടുത്തു. ഞാൻ 2 പഴം വാങ്ങിച്ചു. 2 പഴം 30 രൂപ. പിന്നെ പാറുവിന് കോൺ, ചുട്ട കോൺ, ചുട്ട കോഴി, ഇതേ ചുട്ട കോൺ തന്നെ. ചുട്ട കോണിന് നാരങ്ങയും ഉപ്പും തേച്ച് തന്നെ 70 രൂപ. പാറു ഈസ് സോ എക്സ്പെൻസീവ്. രണ്ടു പഴം കഴിച്ച് ഞാൻ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ട് ഡാടാ കൈ കാണിച്ചപ്പുറത്തെ കൈ സി എന്റെ ചോളം കൂടി അങ്ങേരാ കഴിക്കണേ. അയ്യോ മഞ്ഞുവല കാണണ്ട പൊളി. ഒരു മെയിൻ ബ്രേക്ക് സ്പോട്ടാണിത്. ഇവിടെ ഇരുന്ന് ഫ്രൂട്ട്സും കഴിക്കാം. നമ്മൾ നേരത്തെ കണ്ട മഞ്ഞുമല ഇവിടെ ഇരുന്ന് കാണാം. കണ്ട കുറച്ച് അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ഞുമല നൈസായിട്ട് കാണാം. അത് നമ്മളിവിടെ ബ്രേക്ക് ഒന്നും എടുക്കണല്ലോ അല്ലേ പാറു? നമ്മ ഫുൾ പവറിലല്ലോ, നമ്മ ബ്രേക്ക് ഒന്നും എടുക്കണല്ലോ. പിന്നെ അല്ല നടക്കങ്ങാട്. 6:15 നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സമയം 8:15. ഏതാണ്ടൊരു 2.5 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 3 താഴെ അത്ര കവർ ചെയ്തിട്ടുള്ളു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വരെയുള്ള ട്രക്കിംഗ്? അതെ, ഉറക്കം കുറവായതുകൊണ്ട് പാറ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴാണ് ദിവാകരൻ വന്നത് കേട്ടാ. ഇത്ര നേരം മലയുടെ ബാക്കിൽ ഒളിച്ചിരിക്കണായിരുന്നു. എന്താണ് ഇതാണ് അമല. വീണ്ടും ഒരു സ്റ്റോപ്പ് എടുത്തു. നല്ല കയറ്റം. അപ്പൊ പയ്യപ്പയിൽ നിന്ന് പോവാന്ന് വിചാരിച്ചു. അതെ, ധൃതി പിടിച്ച അവിടെ എത്തിയിട്ട് ട്രോഫി ഒന്നും പിടിക്കാനില്ലല്ലോ. പയ്യ എൻജോയ് ചെയ്ത് പോയാൽ മതി അല്ലേ? അപ്പൊ വീണ്ടും 2 ചായ പറഞ്ഞു. ഇവിടെ ചായ ഇവിടെ ചായ 20, 30, 50 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ആളൊന്നും പറഞ്ഞൊന്നുമില്ല. എന്നാൽ കുടിച്ച് കഴിയുമ്പോൾ അറിയാം അയാൾ എത്ര എന്നുള്ളത്. നമ്മ ഈ പുള്ളിയുടെ നിന്നാണ്ടാ ചായ കുടിച്ചത്. ഈ പുള്ളി നമുക്ക് പൈസ ഒക്കെ ചേഞ്ച് ആക്കി തന്ന്. പാറു കൂടി ഇരിപ്പണ്ട എല്ലാം കാണിക്കല്ലേ. പുള്ളി ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നൊക്കെയാണ് പറയണത് എല്ലാവരും. അപ്പൊ നമുക്ക് രാജേന്ദ്ര സിംഗ്. ഓക്കെ, അടുത്ത ബ്രേക്ക് എടുത്തു. മാഗി ബ്രേക്ക്. ഒരു 500 മീറ്റർ നടത്തിക്കാനായിട്ട് മാഗി മേടിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിച്ചു വിടം വരെ എത്തിച്ച. അല്ലെങ്കിൽ ഇവിടെ നടക്കൂല. ഇവള് ഭയങ്കര സ്ലോ മോഷൻ. മാഗി മേടിച്ചു തരാന്നുള്ളേക്കൊണ്ടല്ല, ഭയങ്കര സ്പീഡ്. അവിടെ കയറ് അവിടെ കയറ്. പിന്നെ ഓരോ കട ഞാൻ എത്തുമ്പോഴേക്കും ഇവിടെ മണമാണ്, അവിടെ കുതിര അടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറ്റിച്ച് 1.5 കിലോമീറ്റർ നടത്തിച്ചതിനുള്ള. അടുത്ത് ഇവിടെ എത്തിച്ചതേ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ആലു പൊറോട്ട, അവക്ക് പ്യാസ് ടമാട്ടർ മാഗി. ആലു പൊറാട്ട വിട്ട് ഒരു കളിയില്ല. നോ, ഇവിടെ പോയാലും ആലു പൊറാട്ട. എന്നിട്ട് വീട്ടിൽ വന്നിട്ടല്ലോ വന്നിട്ട് അത്രേ ഉള്ളു. നാട് കൂടുമ്പോ നടുവേ ഓർഡർ. ആലു പൊറോട്ട ആൻഡ് മാഗി. മാഗി കാണാൻ വലിയ രസമൊന്നുമില്ല. ആലു പൊറോട്ടയാണ് പൊളി. മാഗി കാണാൻ വലിയ രസമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, വീണ്ടും നടന്നു തുടങ്ങി. ഇപ്പൊ ജംഗിൾ ചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഡോളി ടീംസിന്റെ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റ് ആണിത്.
ਕਿਹਾ ਸੀ ਕਿਹਾ ਨੂੰ ਮੈਂ ਛੋਟੇ ਮੈਂ ਕਿਹਾ ਡਾਇਰੈਕਟ ਕਰ ਦਿੰਦੇ ਆ ਨਾ ਇੱਥੇ ਜਮਾ ਹੋ ਗਏ ਘੁੰਮ ਗਿਆ ਇਹ ਆ ഞങ്ങൾ നൈസായിട്ട് ഒരു ഷോർട്ട് കട്ട് പിടിക്കാമെന്ന് വിചാരിച്ച്. അല്ല, മേളിൽ കൂടി കയറിക്കോ, മേളിൽ കൂടി കയറി, മേളിൽ കൂടി പോയിക്കോ, മേളിലെ കയറി. കുറച്ച് മണ്ണുണ്ടല്ലോ ബബുല. ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോണത് ഷോർട്ട് കട്ട്. ആണുങ്ങളുടെ ബാത്റൂമിലാണ് ചേച്ചി കയറി പോണത്. डब्बा ले लियो भाई डब्बा बाहर निकाल दो एक भाई वीडियो बना रहा है ഷോർട്ട് കട്ട് കയറി വന്നപ്പോഴേക്കും ഒരാൾ ഷോർട്ടായി നിരത്തി കിടക്കുകയാണ്. നെവർ ചത്തിട്ടില്ല, തൂങ്ക മാട്ടേനെ. ഇവിടെയും ഒരു ചെറിയ അമ്പലമുണ്ട്. ഇവിടെയാണോ? ആ, ഓക്കെ. ശ്രീ ഹനുമാൻജി മന്ദിർ. ഹനുമാന്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ. ആരാ? ആ, ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദം കൂടുന്ന പോലെ ഇവിടെ ഉയരം കൂടുമ്പോൾ വെള്ളത്തിന്റെ പൈസയും വളരെ കൂടുതലാണ്. ഇപ്പൊ 60 രൂപയാണ് ഈ ഏരിയയിൽ. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ആയിട്ട് ഒരു സർവീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 രൂപ ഇട്ടാൽ 1 ലിറ്റർ വെള്ളം. എവിടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് നന്നായി. എന്റെ ദൈവമേ, ഒരു കുതിര തന്നെ നൈസായിട്ടും തട്ടിയിട്ടുണ്ട്. എന്താണ്? ടൈം ഫോർ സം എനർജി. 5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓടിക്കണം. 5.5 കിലോമീറ്റർ. ഇവിടുത്തെ ഏരി നോക്കിയ ലാൻഡ് സ്ലൈഡിന്റെ ഒരു ഇന്ന ഭാഗമാണ് ആ മല ഇങ്ങോട്ട് പോകുന്നത് താഴത്തേക്ക്. എന്റെ പൊണ്ണോ, ഇവിടുത്തെ ആൾക്കാർക്ക് പക്ഷെ ഒരു പേടിയില്ലട്ടാ. ഈ ലാൻഡ് സ്ലൈഡ് വന്ന് മരിച്ചാലും അത് ദൈവത്തിന്റെ കൃപയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നടന്ന് നടന്ന് ഏതൊരു ഗുദാമിലെത്തി. മേളിലെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. പിന്നെ ഈ കിടപ്പ് കിടക്കണ കണ്ടാ അറിയാ ഇത് മണ്ണിടിച്ചില്ല വന്ന് പാറയാണെന്ന്. അയ്യാ, എവിടെ? അവിടെ തന്നെ പോയി. പാറു ചെറുതായിട്ട് എനർജിയായി. പാറ കൊണ്ട് മറ്റേ വലിയ ബാഗ് പാറു അങ്ങോട്ട് തൂക്കി. പാറു വേണ്ട, വലിയ ബാഗ് എടുത്ത് തൂക്കി. ഓളെ കേദാർനാഥ് ഇനി 10 കിലോമീറ്റർ. അപ്പൊ 6 കിലോമീറ്റർ കവറായി. വീണ്ടും ഒരു ഹനുമാൻ മന്ദിർ. വേറെ മേളില് അറ്റത്തെവിടെ കണ്ടു. ആ അറ്റത്തൊരു വില്ലേജ് കാണാം. ആൾക്കാർ കയറിപ്പോണോക്കി. കണ്ട കയറിപ്പോണോണ്ടാ സൈഡിൽ കൂടിയൊക്കെ. താഴത്ത് നോക്കി. ആശ്വാസമായി ഗായ്സ്. കുതിരകളും ഡോളിയെല്ലാം ഈ താഴ്ത്ത വഴിയാണ് പോകേണ്ടത്. കണ്ടത് ഈ പാലമൊക്കെ കയറി കറങ്ങി 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 മേളത്ര. നമ്മ കാൽനട യാത്രക്കാർ ഇപ്പുറത്തെ വഴി. അപ്പൊ എന്തായാലും ഇനി കുതിരമൂത്രവും കുതിരച്ചാണകത്തിന്റെ മണം ഉണ്ടാവൂല. താങ്ക് യു.
ഒരു 1/2 കിലോമീറ്റർ കൂടി നടന്നാൽ നമ്മൾ പകുതിയാവും. ഇനി ലഞ്ച് കഴിക്കണം ഏതെങ്കിലും കടയിൽ കയറിയിട്ട്. പകുതി വഴിയായി. പോകുന്ന വഴിയിലുള്ളൊരു കലക്കൻ വെള്ളച്ചാട്ടം കണ്ട. അതുമാത്രമല്ല, അതെ ആ മലയിൽ വഴി നോക്കി ഇങ്ങനെ പോയിട്ട് ആ മലയുടെ മണ്ടക്ക് വരെ ഉണ്ട്. ഇനി അവിടെ വല്ല അമ്പലം ഉണ്ടാകുന്നറിയാൻ പാടില്ല. പക്ഷെ അതിലേ കൂടി ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 5-6 പേര് അതിൽ കൂടി പോകണ ഞാൻ കണ്ടായിരുന്നു. പിന്നെ കുറച്ച് മ്യൂള് സൈഡിൽ കൂടി താഴ്ത്തി കൂടിയും പോകുന്നുണ്ട്. ഇതവിടെയായിട്ട് ഇതങ്ങാട് വേറെ വീടോ കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. ഈ മലയുടെ അപ്പുറത്ത് വല്ലതും ഉണ്ടാകുന്നാവും. എന്തായാലും നമ്മ പകുതി വഴിയായി. ആശ്വാസം. ഇനിയുമുണ്ട് കുത്തനെയുള്ള കയറ്റങ്ങൾ. കേദാർനാഥ് 8 kilometers. So we did 8 kilometers and 8 kilometers more. ഗൗരികുണ്ടിന്ന് യെസ്, ഗൗരികുണ്ട് 8 kilometers. നമുക്ക് ഗൗരികുണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി കേദാർനാഥിലേക്ക് 8 kilometers. സമയം ഇപ്പോൾ 1:30 നൈസായിട്ടൊരു കടയിൽ കയറി ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ സ്ഥലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഈ അമ്മിച്ചി അപ്പൂപ്പനാണെങ്കിൽ 2 ചായം പറഞ്ഞിട്ട് 1/2 മണിക്കൂറായി നിൽക്കുന്നത്. ഇവർ എഴുന്നേറ്റിട്ടാണ് ഇവിടുന്ന് കഴിക്കാനായിട്ട്. വധൂരികളാണെങ്കിൽ ഞങ്ങൾ വരെ കുതിര ചവക്കടയിലും ചവച്ചോണ്ടിരിക്കണേ. എഴുന്നേറ്റ് പൊയ്ക്കൊടുക്കുന്നത്. ഈ അമ്മിച്ചി അപ്പച്ചനെ എഴുന്നേക്കില്ലെന്ന് മനസ്സിലായി. പിന്നെ ഇടയിൽ കുത്തിക്കയറി അങ്ങ് ഇരുന്ന്. എന്തായാലും ഇനി വെറുപ്പിച്ചാൽ എഴുന്നേറ്റ് മാറുള്ളൂ മനസ്സിലായതുകൊണ്ട് കയറി അങ്ങ് ഇരുന്ന്. രാജ്മ ചാവലെത്തി ഗായ്സ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മേടിച്ച തൈരിന്റെ ബാക്കി പാവറ് നൈസായിട്ട് പണി നടത്തി. തൈരും ചോറും രാജ്മ എന്ന് പറഞ്ഞിട്ട് കടലയും ഉണ്ടല്ലോ. ആണോ? ഓക്കെ, ഫുഡ് അടി കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ ശരിയാവൂല. അതെ, പകുതി അത് വെച്ചാൽ. അപ്പോൾ ഫുഡടി കഴിഞ്ഞു. ഇവിടുത്തെ പണിക്കാരുടെ കിടപ്പ് സ്ഥലത്ത് ഞങ്ങൾ കയറി സ്ഥലം പിടിച്ച് നൈസായിട്ട് 2 ചായയും പറഞ്ഞു. കൊള്ളാം, കുഴപ്പമില്ല. ചെറുത് അതെ, ചോറത്ര സെറ്റായില്ല. അതുകൊണ്ട് പാറു നൈസായിട്ട് 2 ചപ്പാത്തിയും കറിയും കൂടി ഞങ്ങൾ കഴിച്ചു. വലിയ എക്സ്പെൻസീവ് ആണെങ്കിലും കുഴപ്പമില്ല, വിശപ്പ് മാറണമല്ല. പിന്നെ എന്താണ്, ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, സ്കൈ ക്ലിയർ ആണ്. എങ്കിലും ചെറിയൊരു മഴ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഒരു റെയിൻകോട്ട് മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ചീഞ്ഞ് നാറും. എന്തായാലും എന്റെ മനസ്സിൽ ഇതിലും ഭയങ്കര ടഫായിരിക്കും. ഞങ്ങളന്ന് കണ്ണിത്തോടുകൂടി പോയപ്പോ വ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര ടഫ്. ഇത് അങ്ങനെയൊന്നുമില്ല, ഈസിയാണ്. ദൂരം കൂടുതലാണുള്ളൂ, ഭയങ്കര ഈസി ട്രെയിൻ. പിന്നെ ആകെയുള്ള പ്രശ്നം കുതിരക്കാരുടെ പുറത്ത് കയ്യും കാലിനും ഒരു കുരു ഇല്ലാത്തവന്മാര് കയറിയിരുന്നിട്ട് മ്യൂളിന്റെ പുറത്ത് കയറി പോകുന്നവരില്ലേ, അതാണ് ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവന്മാരാണ് കുതിരമൂത്രത്തിന്റെ മണവും കുതിര ചാണകത്തിന്റെ ലഹളയും അത്ര ഉണ്ട് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. വീണ്ടും നടന്നു തുടങ്ങി. അവിടെ അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല. കടയിലെ ആൾ കൂടിയപ്പോഴേക്കും നൈസായിട്ട് അവർ ഇറക്കി വിട്ട്. മഴ നൈസായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റെയിൻകോട്ട് മേടിക്കണം. ഒരാളിത് നൈസായിട്ട് കുതിരന്ന് പടവനടിച്ച് കരച്ചിലാണല്ലോ. എന്ത് പ്രഹസനമാണ് സജീത്. ഇത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ കയറാൻ പാടില്ല.
प्यार में चला रहा हो तुम डर रहे हो बोले रो का കാലിലും കുഴപ്പമുണ്ടെന്നൊക്കെ നടക്കണേന്. തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടാണെന്ന് അറിയാൻ പാടില്ല, നടക്കാൻ പറ്റണല്ല. അല്ല അല്ല, പക്ഷെ എനിക്ക് എനർജി കൂടിയുണ്ടല്ലോ. ഇവക്ക് എനർജി കൂടി, ഇവള് വഴി പോണ എല്ലാത്തിനെയും കളിയാക്കണം. ഉന്തിയിടാനും ഞാൻ മാത്രല്ല അവനും ഉന്തിയിട്ടാണ്. ഞാൻ ഉന്തിയിട്ടൊന്നുമില്ല, ഞാൻ ചവിട്ടി വിട്ടുള്ളൂ. അതെന്താ കഴിച്ചാൽ ഞങ്ങളൊരു മാന്യമായി പോകുന്നവരുണ്ട് ഇപ്പൊ നമ്മുടെ സൈഡിലിരിക്കുന്നത്, അവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കും. കാണിക്കും അതേനാ ബീച്ച് എടുത്ത് നടന്നു കയറാണ്. മനസ്സിലായി, അതൊക്കെ ഓർത്താണ്. പുറത്ത് കയറ്റിട്ട് വീണ്ടും മനസ്സിലായി കുതിരനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവർ കാശുണ്ടാക്കും. ദാറ്റത്ത് ഒരു വെള്ള കളറാണ് കേട്ടോ. അതിന്റെ അപ്പുറത്ത്, അതായത് ഈ കാണുന്ന മലയുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. കയറിതേ എവിടെ എത്തി നോക്കിയേ, ഇനിയും ഉണ്ട് കയറാൻ. ഇഴഞ്ഞഴഞ്ഞ എവിടെ എത്തി, നല്ല അടിപൊളി വഴി, നല്ല ചോക്ലേറ്റ് പരുവത്തിലിരിക്കണ്. അയ്യോ ഇനിയും കയറാനുണ്ട് ഗായ്സ്. ഇനി എൻ്റെ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ. പക്ഷെ ഇതേ ബ്ലാക്ക് ഐസ് കിടക്കണുണ്ട് ഇവിടെയൊക്കെ. ഇതേ മേളിലേക്ക് നോക്കിയേ, വേണ്ട ആ കാണുന്നത് ബ്ലാക്ക് ഐസാണ്. പൊളി ബ്ലാക്ക് ഐസ്. അതിന് പറയണം മഞ്ഞും ചെളിയും കൂടി കട്ട പിടിക്കണതാണ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഷോർട്ട് കട്ട് പിടിച്ച് പോകണാണ് ഇവര് പെട്ടെന്ന് എത്താൻ വേണ്ടി. അതില്ലേ ഇഴഞ്ഞിഴഞ്ഞ് ഒരു മല കയറിയപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല ഗായ്സ്, ഇനിയുമുണ്ട് അങ്ങറ്റം വരെ. ഹെലികോപ്റ്ററൊക്കെ പോണ്ട്. ഇന്ന് എത്തോന്നറിയില്ല കേദാർനാഥ്. പറഞ്ഞ മേളിൽ പോകും. ഇന്ന് കേദാർനാഥ് എത്തോന്നറിയില്ല, നമുക്ക് നോക്കാം. ഇനി ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്ററോളം ഉണ്ട്. ഇത് ഇവിടുത്തെ ക്യാമ്പ് സൈറ്റുകളാണ്. ഇവിടെ നിന്ന് അങ്ങാട് ഇനി ക്യാമ്പ് സൈറ്റുകളാണ്. കാരണം തുടക്കത്തിൽ ആവേശം ആർക്കും ഉണ്ടാവൂല, ഇവിടെ എത്തുമ്പോൾ ഇഴയും. എന്നിട്ട് പിന്നെ ക്യാമ്പിൽ റൂം എടുക്കേണ്ടി വരും. ചോദിച്ചു കുറെ ഷോർട്ട് കട്ടൊക്കെ കയറി. ഇനി കേദാർനാഥിലേക്ക് 4 കിലോമീറ്റർ, ബേസ് ക്യാമ്പിലേക്ക് 2.5. നമ്മൾ എന്തായാലും ഇന്ന് ബേസ് ക്യാമ്പ് പിടിക്കും. തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമൊക്കെ കെട്ടടങ്ങി. ആരൊക്കെ കൈ പിടിച്ച് എൻ്റെ മുട്ടിന് സീനായി, ആംഗിള് സീൻ. വാവ്. എന്തായാലും നമ്മൾ ബേസ് ക്യാമ്പ് ഇന്ന് പിടിക്കും. എന്നിട്ട് ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇരിക്കുള്ളൂ കേദാർ വിസിറ്റ്. വീണ്ടും ഷോർട്ട് കട്ടൊക്കെ പിടിച്ചാണ് പോണത്. എത്രയും പെട്ടെന്ന് ബേസ് ക്യാമ്പ് എത്തണം. ചലോ ഓൾമോസ്റ്റ് ബേസ് ക്യാമ്പ് എത്തി. കുറെ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്, പൊളി വ്യൂ. ഇതൊക്കെയാണ് ഷോർട്ട് കട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതാ റൂട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം. പക്ഷെ കറങ്ങി കറങ്ങി വന്നാണെങ്കിൽ എനർജി അധികം ലോസ് ആവൂല. ഇത് ലെങ്ത് കുറവാണെങ്കിലും എനർജി ഒരുപാട് പോകും അല്ലേ പറൂ. ഫൈനലി നമ്മൾ ബേസ് ക്യാമ്പ് എത്തി. 7:30 ആയപ്പോൾ ഇനി ഇവിടെ റൂം കിട്ടൂലെന്നാ പറയണത്, ക്യാമ്പ് മാത്രമുള്ളെന്നാ പറയുന്നത്. നോക്കട്ടെ, ക്യാമ്പാണെങ്കിൽ നല്ല വല്ല ക്യാമ്പ് നോക്കണം. നൈസായിട്ട് കാല് മസാജ് ചെയ്യാൻ കയറ്റി 5 മിനിറ്റിൽ 100 രൂപ. ഓയിൽമെന്റും പിന്നെ പെയിൻ റിലീഫ് ഓയിലും ഫ്രീ. 100 രൂപ ഈ 5 മിനിറ്റ് മസാജിന്. കാല് കഴുകുന്നു, കാല് കഴുകുന്നു വേണ്ട, അങ്ങനെ ഇറങ്ങിയാൽ മതി.
നമുക്കങ്ങനെ ടെൻറ്റ് കിട്ടി. എല്ലായിടത്തും 1500, 1200, 1000 എന്നൊക്കെ പറഞ്ഞ് അവസാനം നമുക്കൊരു ടെൻറ്റ് കിട്ടി. 600 രൂപ. ദേ പാറു ആദ്യമേ സീറ്റ് പിടിച്ചു. ഇനി ഈ ചേട്ടന് പൈസ കൊടുത്ത് പറഞ്ഞു വിടട്ടെ. 600 രൂപ ടെൻറ്റിൽ ഞങ്ങൾ സെറ്റിലായി. ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ബൾബുണ്ട്, ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്, 4 ബ്ലാങ്കറ്റ്, ബെഡ്, പിന്നെ കുടിക്കാൻ ചൂടുവെള്ളം. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് വാഷ്റൂം കുറച്ച് ദൂരെ. അത് കുഴപ്പമില്ല. പക്ഷെ 600 രൂപക്ക് ബേസ് ക്യാമ്പിൽ ഇത് ലക്ഷറിയാണ്. അപ്പോൾ എന്തായാലും നമ്മ കേദാർനാഥ് പിടിക്കാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ഈ രാത്രി കേദാർനാഥ് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവിടെയാണെങ്കിൽ കുറച്ച് ലക്ഷറിയാണ് കേദാർനാഥിൻ്റെ അമ്പലത്തിൻ്റെ അവിടെയായിട്ട്. അപ്പോൾ എന്തായാലും കേദാർനാഥിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇപ്പോൾ കേദാർ ട്രക്കിൻ്റെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ശംഭോ മഹാദേവ.